നമസ്കാരം. എൻ്റെ ഏറ്റവും പുതിയ വീഡിയോ സീരീസിലേക്ക് സ്വാഗതം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പുതിയ കാലത്തിൻ്റെ SEO പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ക്രമമായിട്ട് ക്യാപ്സ്യൂൾ പോലെ 1 by 1 ആയിട്ട് പഠിക്കാനായിട്ട് ഞാനൊരു ന്യൂ ട്രെൻഡ്സ് ഇൻ SEO എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. എൻ്റെ ചാനലിൽ വന്നാൽ കാണാൻ പറ്റും. അതിലിപ്പോൾ 6 വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം തന്നെ ഡയറക്റ്റായിട്ടുള്ള എൻ്റെ ഏജൻസി എക്സ്പീരിയൻസിൻ്റെ ബേസിൽ ഉണ്ടാക്കിയെടുക്കുന്ന വീഡിയോസാണ്. ഞങ്ങൾ തന്നെ ഡയറക്റ്റ് നമ്മുടെ സ്റ്റാഫ് ഇംപ്ലിമെൻറ്റ് ചെയ്ത് ഓൾമോസ്റ്റ് റിസൾട്ട് കിട്ടിയെന്ന് എനിക്ക് ഉറപ്പുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാറുള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ ന്യൂ ട്രെൻഡ്സ് ഇൻ SEO എന്ന് പറയുന്നതിനകത്ത് നിങ്ങൾക്ക് ചെന്ന് അറിയാൻ പറ്റും. ഏറ്റവും ലേറ്റസ്റ്റ് കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അതിൽ ഇപ്പോൾ 6 എപ്പിസോഡോളം ഇപ്പോൾ ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. ഇത് 7ാമത്തെ എപ്പിസോഡാണ്. പിന്നെ നമ്മുടെ ക്ലിയർ മൈ കോഴ്സ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ തന്നെ അതുമായി ബന്ധപ്പെട്ടൊരു ബ്ലോഗ് നമ്മുടെ ആദ്യത്തെ സ്റ്റുഡൻ്റ് ആയിരുന്നു. പിന്നെ ഇപ്പോൾ നമ്മളുടെ സ്റ്റാഫാണ്. അപ്പോൾ നിഷാദ് പബ്ലിഷ് ചെയ്തിട്ടുള്ളൊരു ബ്ലോഗുണ്ട്. അതിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാ ട്രെൻഡ്സിനെ കുറിച്ചും പറയുന്നുണ്ട്. പക്ഷേ ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് അത്ര ആഴത്തിലേക്ക് ഗ്യാദർ ചെയ്ത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിനെ തന്നെ ഒരു ക്യാപ്സ്യൂളാക്കിയിട്ട് ഞാനൊരു വീഡിയോ ആക്കി ചെയ്യുന്നത്. അപ്പോൾ മാക്സിമം ഒരു ദിവസം ഒരു 20-25 മിനിറ്റ്സ് വെച്ച് നിങ്ങൾ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഒരു ഫൗണ്ടേഷൻ ഈ പുതിയ കാലത്തിൻ്റെ SEOയുമായി ബന്ധപ്പെട്ട് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ നിങ്ങളെപ്പോലെ തന്നെ ബുദ്ധിമുട്ടുന്ന അല്ലെങ്കിൽ ക്ലാരിറ്റി ഇല്ലാതെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഇൻഫർമേഷൻ ഗെയിൻ എന്നാണ്. മറ്റൊരു പേരിൽ നോളജ് ഗെയിൻ എന്നൊക്കെ പറയും. കുറച്ചുകൂടെ കറക്റ്റായിട്ടുള്ള വേർഡ് ഇൻഫർമേഷൻ ഗെയിൻ ആണ്. അതെന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ബ്ലോഗോ അല്ലെങ്കിൽ ഒരു സർവീസ് പേജോ എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ നിങ്ങൾ ഗൂഗിളിലോട്ട് കൊടുക്കുന്നതിന് മുമ്പ് അത് അതുമായി ബന്ധപ്പെട്ട ഒരു കീവേഡിനായിരിക്കാം അല്ലെങ്കിൽ ഒരു ടോപ്പിക്കായിരിക്കാം. ആ ടോപ്പിക്ക് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക. ഉദാഹരണത്തിന് SEO ട്രെൻഡ്സ് ഇൻ 2026 എന്ന് അടിക്കുക. നിങ്ങൾ ഇത് തന്നെ എഴുതാൻ പോകണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആദ്യത്തെ ഒരു 10-20 ആർട്ടിക്കിൾസ് ഒന്ന് വായിച്ച് നോക്കുക. ഇതെല്ലാം ഒരേ ആശയം തന്നെ റിപ്പീറ്റീവായിട്ട് പല രീതിയിൽ മാറ്റി മറിച്ച് എഴുതുകയാണെങ്കിൽ ആ കണ്ടൻറ്റിനൊരു പുതുമയില്ല, റൈറ്റ്? അപ്പോൾ അത് തന്നെ നിങ്ങൾ എഴുതിയിടുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഓൾറെഡി ഗൂഗിളിൻ്റെ ഡാറ്റാബേസ് ഈ കണ്ടൻറ്റ് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഗൂഗിൾ മാത്രമല്ല, പെർപ്ലക്സിറ്റി ആണെങ്കിലും ഈ പറഞ്ഞ ChatGPT ഏതൊരു AI ടൂളാണെങ്കിലും ഓൾറെഡി പ്രീ ഡിഫൈൻഡ് ഡാറ്റ അവരുടെ കയ്യിലുണ്ട്. അത്രയേറെ ഇൻഫർമേഷൻസ് അവർ ഗ്യാദർ ചെയ്ത് കഴിഞ്ഞു. ഇനിയും നിങ്ങൾ ഈ സെയിം ഇൻഫർമേഷൻ അതിന് കൊടുത്തതുകൊണ്ട് കാര്യമുണ്ട്. ഇപ്പോൾ നിങ്ങൾ എഴുതാൻ പോകുന്നത് SEO ഇസ് ഇമ്പോർട്ടൻറ്റ് എന്ന് നമ്മളിനി ഗൂഗിളിനോട് പറയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അതുമായി ബന്ധപ്പെട്ട് ഓൾമോസ്റ്റ് ഇൻഫർമേഷൻ എല്ലാം വന്നു കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങൾ SEOനെ കുറിച്ച് എഴുതാൻ പോകണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നോളജ് ഗെയിൻ അല്ലെങ്കിൽ ഇൻഫർമേഷൻ ഗെയിൻ്റെ ഭാഗമായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വി അനലൈസ്ഡ് 500 പേജസ് ആൻഡ് ഫൗണ്ട് ഒറിജിനൽ ഡാറ്റ റാങ്ക്ഡ് ഫാസ്റ്റർ എന്ന് പറയുകയാണ്. ഒറിജിനൽ ഇൻഫർമേഷൻ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് മനസ്സിലായി 500ഓളം ബ്ലോഗുകൾ നിങ്ങൾ പബ്ലിഷ് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായി. അതായത് ഓൾറെഡി പറഞ്ഞ ഒരു കാര്യം തന്നെയാണ് SEO റാങ്ക് ചെയ്യുമെങ്കിൽ, പക്ഷേ അതെങ്ങനെ നിങ്ങൾ റാങ്ക് ചെയ്യിച്ചു, നിങ്ങളുടെ എക്സ്പീരിയൻസ് വന്നു, മനസ്സിലാകുന്നുണ്ട്. അവിടെ ഒരു ന്യൂ ഇൻഫർമേഷൻ കയറുകയാണ്, നിങ്ങൾ അതിനകത്തൊരു ആഡ് ചെയ്യണം. അപ്പോൾ ആ കണ്ടൻറ്റിൻ്റെ എന്ത് ചെയ്യും, നോളജ് ഗെയിൻ സ്കോർ കൂടി വരും. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ നിങ്ങൾ പബ്ലിഷ് ചെയ്യാൻ പോകുന്ന ബ്ലോഗ് ആയിക്കോട്ടെ സർവീസ് ആയിക്കോട്ടെ ഓൾറെഡി ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് പബ്ലിഷ് ചെയ്യണം. പക്ഷേ അത് ആദ്യത്തെ 10 അല്ലെങ്കിൽ ഓൾറെഡി ഗൂഗിളിൽ കിടക്കുന്ന ഇൻഫർമേഷൻ ഈക്വൽ ആകാതെ അതിൽ നിന്ന് വ്യത്യസ്തമായ ചില പോയിന്റുകൾ, സർവീസൊക്കെ ഒന്നായിരിക്കും, പക്ഷേ അതിന് ഫൗണ്ടർ, അയാളുടെ എക്സ്പീരിയൻസ്, അയാൾ ഒരു കസ്റ്റമർക്ക് കൊടുത്ത ഇൻഫർമേഷൻ, ഇതിലെല്ലാം മാറ്റം വരില്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വെറുതെ ഒരു സാധനം ഇമ്പോർട്ടൻറ്റ്, SEO ആണെങ്കിൽ SEO ഇമ്പോർട്ടൻ്റ് എന്ന് പറയാണ്ട് നമ്മൾ ഏകദേശം 500 പേജുകൾ ഒറിജിനൽ ഡാറ്റ ചെയ്തപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി, ഓക്കെ അത് റാങ്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് അവിടെ നിങ്ങളുടെ ഒരു കണ്ടുപിടുത്തമുണ്ട്, നിങ്ങളുടെ ഒരു എഫേർട്ട് ഉണ്ട്. അതിൻ്റെ ബേസിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇൻഫർമേഷൻസിനെ ആഡ് ചെയ്യുക. ഓക്കെ, പിന്നെന്താ, കോപ്പിയിങ് അതേഴ്സ് ടു ഗിവ് യു 0. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഒരേ കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്ത് ഇപ്പോൾ നിങ്ങളൊരു 10 SEO ടിപ്സ് എന്ന് അടിച്ചു, അത് തന്നെ എല്ലാവരും ഇട്ടെങ്കിൽ അതിൽ കാര്യമുണ്ടോ? അവിടെ നിങ്ങളുടേതായ എന്തെങ്കിലും ഒരു ഓൺ SEO എക്സ്പെരിമെൻറ്റ് നടത്തിയിട്ടുണ്ടാണ്. ഞാനൊരു എക്സ്പെരിമെൻറ്റ് നടത്തി, അതിൻ്റെ ഭാഗമായി എനിക്ക് റിസൾട്ട് കിട്ടി. അപ്പോൾ ഞാൻ ഈ ലിങ്ക്ഡിനിലൊക്കെ കാണാറുണ്ട്, നിങ്ങൾ ചില ആൾക്കാരൊക്കെ എന്താ പറയുക, അവരുടെ ലിങ്ക്ഡിൻ പ്രൊഫൈലിൽ ഡാറ്റ ഇട്ടിട്ടാണ് അവർ സംസാരിക്കുക, ഒറിജിനൽ ഡാറ്റ ആയിരിക്കും അവരുടെ തന്നെ ഏതെങ്കിലും ഒരു എന്താ പറയുക, ഒരു ലിങ്ക്ഡിൻ മാത്രമല്ല പല സോഴ്സുകളും ഞാൻ കണ്ടിട്ടുണ്ട്. പലരും നമ്മൾ ഇൻ്റർവ്യൂ ഒക്കെ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കില്ല, അവരുടെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് ഇന്നത് ചെയ്തപ്പോൾ കിട്ടിയെന്ന് പറയുമ്പോൾ നമ്മൾ അതിലേക്ക് അറ്റൻഷൻ കൂടുതലും, കാരണം അതിന് വാല്യൂ കൂടുതലാണ്. പലപ്പോഴും നിങ്ങൾ ജനറൽ കണ്ടൻറ്റുകൾ എഴുതാതെ ഓൺ എക്സ്പീരിയൻസിൽ നിന്ന്, നിങ്ങൾക്ക് ഓൺ എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ കസ്റ്റമർക്ക് ഉണ്ടാവും, പക്ഷേ അത് ചോദിച്ചാലേ അവർ പറയുള്ളൂ, സാർ ഈ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിനെ കുറിച്ച് ഞാൻ എഴുതാൻ പോകുന്ന, പക്ഷേ അതിനെ ബന്ധപ്പെട്ട് സാർ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുണ്ടോ, അത് നിങ്ങൾ ചോദിച്ച് വാങ്ങി കണ്ടൻറ്റിൽ ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് പറ്റും, ഈ കോപ്പിയുടെ പ്രശ്നം വരില്ല. ഓക്കെ, മൂന്നാമത്തെ എന്താ, ഇൻഫർമേഷൻ ഗെയിൻ മീൻസ് ഒറിജിനൽ വാല്യൂ എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ എന്താ, ജനറിക് ആയിട്ടുള്ള അഡ്വൈസ് കൊടുക്കുക. അത് നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പർട്ടിക്കുലർ ഒരു സർവേ നടത്തി, ജനറലായിട്ട് പറയാതെ നമ്മുടെ ഒരു സർവേയുടെ ബേസിൽ, അല്ലെങ്കിൽ ഞാനൊരു സെമിനാർ നടത്തി, അല്ലെങ്കിൽ ഞങ്ങൾ ഇത്രയും കസ്റ്റമേഴ്സിനെ ഹൗസ് വിസിറ്റ് നടത്തി കഴിഞ്ഞപ്പോൾ എനിക്ക് ഇൻഫർമേഷൻ കിട്ടി. അപ്പോൾ അവിടെ എന്ത് പറ്റി, ഒറിജിനൽ വാല്യൂ കിട്ടുകയാണ്. അത് നിങ്ങളുടെ മാത്രം കണ്ടൻറ്റായി മാറും. അല്ലെങ്കിൽ നിങ്ങൾ പറയണോ അക്കോർഡിംഗ് ടു 2026 എന്ന് പറഞ്ഞ് കുറേ പേര് എഴുതിയിട്ടുണ്ടാവും, അത് തന്നെ നിങ്ങൾക്ക് ആവർത്തിക്കാം. ആ ആവർത്തനം ഒഴിവാക്കുക. ഞാൻ പറഞ്ഞ കണ്ടൻറ്റിനെ ഫ്രഷ് ആക്കുക എന്നുള്ളതാണ്. പല രീതിയിൽ അത് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെന്താ,
ഗൂഗിൾ റിമെമ്പർ എവരി പേജ് ഇസ് ഓൾറെഡി റീഡ് എന്ന് വെച്ചാൽ സെയിം കോപ്പി ആയിട്ടുള്ള ആർട്ടിക്കിൾ വീണ്ടും വീണ്ടും ഇടാതിരിക്കുക. ഫ്രഷ് ആംഗിളിൽ ചിന്തിച്ചിട്ട് ആരും കവർ ചെയ്യാത്ത ഒരു രീതിയിൽ ആർട്ടിക്കിൾസ് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ സെർച്ച് എഞ്ചിൻ ചെയ്യണമല്ലോ ഒക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഹബ്സ്പോട്ടിൻ്റെ ആർട്ടിക്കിൾ ശ്രദ്ധിച്ച് അറിയാൻ പറ്റും. അവരെപ്പോഴും ഒരു സ്റ്റഡി നടത്തിയതിൻ്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേക എക്സ്പീരിയൻസിൻ്റെയോ വ്യക്തിഗത എക്സ്പീരിയൻസിൻ്റെയോ അല്ലെങ്കിൽ അതിൽ എക്സ്പേർട്സ് പറയുന്നതിൻ്റെയൊക്കെ ബേസിലായിരിക്കും അത് പറയാം. ഇഗ്നോർസ് പേജ് വിത്ത് നത്തിങ് ന്യൂ. അതായത് നിങ്ങൾക്ക് ഇപ്പോഴും നിങ്ങളുടെ ആഗ്രഹം എന്താ, ഗൂഗിളിൽ മാത്രം വന്നാൽ മതിയോ? ഇല്ല, നിങ്ങൾക്ക് ഓൾറെഡി ചാറ്റ് ജിപിടിയിലും പെർപ്ലെക്സിറ്റിയിലും ഈ പറഞ്ഞിരിക്കുന്ന ക്ലൗഡിലൊക്കെ വരണമെങ്കിൽ അവരുടെ പ്രീ ഡിഫൈൻഡ് ഡാറ്റയിൽ ഇല്ലാത്ത ഇൻഫർമേഷൻസ് കൊടുക്കാൻ ശ്രമിക്കുക. അത് നിങ്ങൾക്ക് പറ്റും. അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഹ്യൂമനൈസ് ചെയ്യുക കാര്യങ്ങളെ, അല്ലെങ്കിൽ ക്ലയൻറ്റിനെ എന്താ പറയുക, ക്ലയൻറ്റിനെ ഇൻ്റർവ്യൂ ചെയ്ത് കുറച്ച് ഡാറ്റ കൂടുതലെടുക്കുക. അപ്പോൾ കണ്ടൻറ്റായിട്ടൊരു മാറ്റ്. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പേജിനകത്ത് ഒരു സ്ക്രീൻഷോട്ട് ഇട്ടിട്ട് നമ്മളിത് ചെയ്തപ്പോൾ ഒരു 2x വർധനവുണ്ടായി, അല്ലെങ്കിൽ 3 ഇരട്ടി ചേഞ്ച് വന്നു, അല്ലെങ്കിൽ ഞാൻ ഈ ഒരു സ്ട്രാറ്റജി പരീക്ഷിച്ചപ്പോൾ എനിക്ക് ഇത്ര സെയിൽ കിട്ടി. അത് ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആയിരിക്കും. ചിലപ്പോൾ അതിൽ എത്താൻ പോകുന്ന ചിലപ്പോൾ ഒരു ലീഡ് ക്യാമ്പയിൻ്റെ കാര്യം തന്നെ ആയിരിക്കും പറയുന്നത്. പക്ഷേ നിങ്ങൾ ആ ലീഡിലേക്ക് എത്തിച്ചത് നിങ്ങളുടേതായ രീതിയിലാണ്. പിന്നെന്താ കോപ്പി സിംഗിൾ ക്ലിയർ സെൻറ്റൻസ് എന്ന് പറയുന്നു. എന്ന് വെച്ചാൽ എന്താ, ഇപ്പോൾ അത് ഞാൻ നേരത്തെ മുമ്പത്തെ വീഡിയോയിൽ അറ്റോമിക് സെൻറ്റൻസിനെ കുറിച്ച് പറഞ്ഞു. ലോങ് കൺഫ്യൂസിങ് ആയിട്ടുള്ള പാരഗ്രാഫ്സിന് പകരമായിട്ട് ഒറിജിനൽ ഡാറ്റ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇൻഫർമേഷൻസ് കൊടുക്കാൻ പറ്റും. ക്ലിയർ ആയിരിക്കണം. നിങ്ങൾക്ക് ഒരു സ്ട്രോങ് പോയിന്റോ സ്ട്രോങ് നമ്പറോ അല്ലെങ്കിൽ നമ്മൾ ഇത്ര അച്ചീവ്മെൻറ്റ് നടത്തിയെന്നൊക്കെ പറയാം. അവിടെ ഒരു ഫാക്റ്റ് ആഡ് ചെയ്ത് നേരത്തെ പറഞ്ഞ പോലെ അറ്റോമിക് സെൻറ്റൻസിൽ പറഞ്ഞ പോലെ എന്താ പറയുക, ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ഉണ്ടായിരിക്കണം, ഒരു പ്രെഡിക്റ്റീവ് ഉണ്ടാകണം, ഒരു ഒബ്ജക്റ്റ് ഉണ്ടാകണം. അതിലേക്ക് പോയിന്റ് ഔട്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഡാറ്റ കൊടുക്കാം. പിന്നെ ചില ആൾക്കാർ പറയും നമ്മുടെ കോമ്പറ്റീറ്റർ ഭയങ്കര വിന്നയാണ്, ഇപ്പോൾ ബിസിനസ് സെറ്റപ്പ് ഇൻ ദുബായ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര കോമ്പറ്റീഷനാണ്, അതിലൊന്നും റാങ്ക് ചെയ്യില്ല. തെറ്റാണ്. അവിടെയൊക്കെ റാങ്ക് ചെയ്യും. പക്ഷേ നിങ്ങൾ എന്താ ശ്രമിക്കണം, നിങ്ങൾ ഈ കോമ്പറ്റീറ്ററുടെ തന്നെ പേജുകളിൽ നിന്ന് ഡാറ്റ എടുത്ത് അതിനെ കമ്പയർ ചെയ്ത് അത് ആഡ് ചെയ്യുന്നതുകൊണ്ടാണ് പലപ്പോഴും അത് വിൻ ചെയ്യാത്തത്. ഇപ്പോൾ ഇവിടെ പറയുന്നുണ്ട് നമുക്ക് CNN വരെ വേണമെങ്കിൽ കവർ ചെയ്യാം. കാരണം ഇപ്പോൾ അൽഗോരിതംസ് എല്ലാം തന്നെ റീഡ് ചെയ്യുന്നത് എന്താ, കണ്ടൻറ്റിനകത്താണ് ഫ്രഷ്നെസ് കൊണ്ടുവരുന്ന, ഒറിജിനൽ ഡാറ്റ ആരാ കൊടുക്കുന്നത്, എക്സ്പീരിയൻസിന് ആരാ ഇടുന്നത്, അതാണ് ഇവിടുത്തെ ഫൈറ്റിൻ്റെ ഒരു മെയിൻ സാധനം. അല്ലാണ്ട് അതോറിറ്റി പോലുള്ള കാര്യങ്ങളല്ല. അത് ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ അത് കൊണ്ടുവരാൻ ശ്രമിക്കുക. പിന്നെന്താ, ഗൂഗിൾ കനോട്ട് റാങ്ക് വാട്ട് ഇറ്റ് കം. അതായത് ടെക്നിക്കലായിട്ടുള്ള ഇഷ്യൂസ് കൊണ്ട് കുറേ പ്രശ്നങ്ങൾ വരാറുണ്ട്. ഇപ്പം നോ ഇൻഡെക്സ്, ഹിഡൻ പേജ്, ക്രോളബിലിറ്റി ഇഷ്യൂസ്, സ്പീഡ് ഇഷ്യൂസ്, ഇതെല്ലാം നിങ്ങൾ എത്ര മനോഹരമായിട്ട് യുണീക്ക് കണ്ടന്റ് എഴുതി, എക്സ്പീരിയൻസ് ഷെയർ ചെയ്തു, EAT എല്ലാം കൊണ്ടുവന്നു, എൻറ്റിറ്റി കൊണ്ടുവന്നു, പക്ഷേ നിങ്ങളുടെ സൈറ്റ് സ്പീഡ് പോരാ, റെസ്പോൺസീവ് അല്ല, ജാവാസ്ക്രിപ്റ്റ് വാരി വലിച്ചെഴുതി ഒരുപാട് കളറൊക്കെ കൊടുത്ത് ഒരു ക്രോളർക്ക് എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നിങ്ങളുടെ സൈറ്റിനാക്കിയിട്ട് നിങ്ങൾ പറഞ്ഞിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അച്ചീവ് ചെയ്താലും അത് വിൻ ചെയ്തില്ല. അപ്പോൾ നോളജ് ഗെയിനൊപ്പം തന്നെ ടെക്നിക്കൽ വളരെയധികം ഇമ്പോർട്ടൻസ് ആണ്. ചിലർ പറയാറുണ്ട് ടെക്നിക്കലേക്കാളും വലുതാണ് കണ്ടന്റിനേക്കാളും വലുതാണ് ടെക്നിക്ക്. അങ്ങനെയല്ല. ടെക്നിക്കലി കറക്റ്റ് ആണെങ്കിലാണ് നിങ്ങളിടുന്ന കണ്ടന്റ് വാല്യൂ കിട്ടുള്ളൂ. സൈറ്റ് ക്രോൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ എന്തെഴുതിയിട്ട് എന്താ കാര്യം? അപ്പോൾ ഇതിനെല്ലാം ഈക്വൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. പിന്നെന്താ, ഗൂഗിൾ ലവ് ദ ഫസ്റ്റ് ടു ഷെയർ എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് നമുക്ക് വേണമെങ്കിൽ ഒരു ന്യൂ അപ്ഡേറ്റിനെ കുറിച്ച് പറയുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ പറയുകയാണ് വരാൻ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ റീസെൻ്റായിട്ട് നടക്കുന്ന എന്തെങ്കിലും ഇഷ്യൂ വെച്ചിട്ട് അതാരും എഴുതിയിട്ടില്ല, അല്ലെങ്കിൽ ഇവിടെ ഒരു പാലം വരാൻ പോകുന്നു. ഞാനതൊരു എക്സാമ്പിൾ പറഞ്ഞിട്ട് ഒരു പുതിയ ഒരു ടൂറിസ്റ്റ് പ്ലേസിനെ കുറിച്ചിട്ട് ആൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്, ഒരു ആദ്യമായിട്ടാണ് ആ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഒരു കോമൺ എന്നുള്ള സാധനത്തിൽ നിന്ന് അത് മാറും, ഫ്രഷ് ഇൻഫർമേഷൻ ആവും. അതും ഈ പറഞ്ഞ LLM മോഡൽസും ഗ്രാബ് ചെയ്യും, അതുപോലെ തന്നെ സെർച്ച് എഞ്ചിൻസും ഗ്രാബ് ചെയ്യുന്ന ഒന്നാണ്. പിന്നെന്താ പറയുക, ഹ്യൂമൻ പ്ലസ് AI കണ്ടന്റ്. ഇത് ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എപ്പോഴും ആൾക്കാരുടെ സംശയമാണ് AI വെച്ച് എഴുതിയ എന്തെങ്കിലും പ്രശ്നമുണ്ട്. പ്രശ്നമില്ല. പക്ഷേ ഈ പറഞ്ഞ ഫാക്ടേഴ്സ് എല്ലാം ഉണ്ടായിരിക്കണം. നിങ്ങളുടെ ഓൺ കണ്ടന്റ് ആയിരിക്കണം, നിങ്ങളുടെ ഡാറ്റ ആയിരിക്കും. ഓൺ കണ്ടന്റ് എന്ന് വെച്ചാൽ അതിനകത്ത് ഫാക്റ്റുകൾ നിങ്ങളുടെ തന്നെ ആയിരിക്കണം, അല്ലെങ്കിൽ കസ്റ്റമറുടെ ആയിരിക്കണം, അതിൻ്റെ അനുഭവങ്ങൾ കസ്റ്റമറുടെ ആയിരിക്കണം, അതിനകത്ത് ആഡ് ചെയ്യുന്ന സ്ക്രീൻഷോട്ട് കസ്റ്റമറുടെ ആയിരിക്കണം. ഗ്രാമാറ്റിക്കലി കറക്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫിക്സസ് ഗ്രാമർ ആൻഡ് പോളിഷ്. നമുക്ക് പോളിഷ് ചെയ്തെടുക്കാം, ഗ്രാമർ കറക്റ്റ് ആക്കാം, ആക്റ്റീവ് വോയിസിലാക്കാം, സിമ്പിളാക്കാം, അതിനൊക്കെ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം. പക്ഷേ ഫാക്റ്റ് എന്തായിരിക്കണം, നിങ്ങൾ ഒറിജിനൽ ഡാറ്റാ ബേസിലായിരിക്കണം. അങ്ങനെ വരുമ്പോൾ അതിന് ഹൈബ്രിഡ് സിസ്റ്റത്തിൽ നമുക്ക് വേണമെങ്കിൽ എഴുതാം. അതിന് ഓൺ റൈറ്റർ തന്നെ കുത്തിയിരുന്ന് എഴുതി സമയം കളയണം എന്നില്ല. കാരണം അങ്ങനെ ഒരു കസ്റ്റമർ ഇപ്പോൾ വെയിറ്റ് ചെയ്യില്ല. അപ്പോൾ നിങ്ങൾ ഹൈബ്രിഡ് സിസ്റ്റത്തിൽ തന്നെ വർക്ക് ചെയ്യാൻ ശ്രമിക്കുക. പക്ഷേ അതിന് കൊടുക്കുന്ന ഇൻപുട്ട് നിങ്ങളുടേതായിരിക്കണം. പിന്നെന്താ, ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഫാക്റ്റ് ആദ്യം കൊടുക്കാനാണ് പറയുന്നത്. അപ്പോൾ ഭയങ്കര ഇൻട്രോ ഒക്കെ കൊടുത്ത്, ചിലപ്പോൾ ഇൻട്രോ ആദ്യത്തെ നിങ്ങൾ സ്ട്രോങ് ഫാക്ടർ ചിലപ്പോൾ മിഡിലായിരിക്കും, വലിയ ഇൻട്രോ ഒക്കെ കൊടുത്ത് വായിച്ച് വരണ്ട. ഇൻട്രോയിൽ ചിലപ്പോൾ ആൾ സ്കിപ്പ് അടിച്ച് ബൗൺസ് അടിച്ച് പോകും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആദ്യമേ നിങ്ങൾക്ക് പറയാം, നിങ്ങളിപ്പോൾ ട്രാഫിക് ഇൻക്രീസ്ഡ് 52% in 30 days, ഇതായിരിക്കും ഹെഡിങ്. അതായിരിക്കും നിങ്ങൾക്ക് അതിനകത്ത് പറയാനുള്ള കാരണം, അതിലേക്കുള്ള വഴിയായിരിക്കും. അപ്പോൾ ഇതൊരിക്കലും മിഡിലോ എൻഡിലോ കൊടുക്കാതെ തുടക്കത്തിലേ പറഞ്ഞ് ആ ഒരു അറ്റൻഷൻ ഗ്രാബ് ചെയ്ത് താഴത്തേക്ക് ഒരാളെ കൊണ്ടുവരാൻ ശ്രമിക്കുക. അതാണ് ആദ്യത്തെ ഒരു 25% ഏരിയ ഉണ്ട്. അത് സർവീസ് പേജ് ആണെങ്കിലും അതെ, ഹോം പേജ് ആണെങ്കിലും ശരി, ബ്ലോഗ് ആണെങ്കിലും ശരി, ആദ്യത്തെ ആ കയറി വരുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് ഒരു ഹുക്ക് കൊടുക്കാൻ ശ്രമിച്ചാൽ, നിങ്ങളിപ്പോൾ റീലിലൊക്കെ ശ്രദ്ധിക്കാറുണ്ട് അല്ലേ, ഹുക്ക് എന്ന് പറഞ്ഞ് കാണാറുണ്ട്. ഇത് സെയിം ആണ്. നിങ്ങളുടെ കോണ്ടന്റിനകത്ത് ഹുക്കിൻ്റെ ഇമ്പോർട്ടൻസ് വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ആദ്യം കയറി വരുന്ന ഏരിയയിൽ എന്താണോ നിങ്ങൾ കൊടുക്കുന്നത്, അതാണ് ഒരാളെ താഴത്തേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഫാക്ടർ. മൊബൈലായിക്കോട്ടെ,
ഡെസ്ക്ടോപ്പിലായിക്കോട്ടെ, പക്ഷെ അത് നിങ്ങൾ കറക്റ്റായിട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ ചെറിയ ടേബിൾ പോലെ കൊടുക്കുക. അപ്പോൾ പ്രൂഫൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ടേബിൾ പോലെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ക്ലെയിം ചെയ്യാം. ഓക്കെ, ബിഫോർ ആഫ്റ്റർ എന്നൊക്കെ പറഞ്ഞാൽ മെട്രിക്കുകൾ കൊടുക്കുക. ഞാൻ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഡോട്ട് ടൈം ഞാൻ ആദ്യം ചെയ്തപ്പോൾ 4.2 ആയിരുന്നു, പിന്നെ 2, അപ്പോൾ അതിന് ശേഷം ഇത്ര റാങ്കിങ് വന്നു. ബൗൺസ് റേറ്റ് ആദ്യം 70, പിന്നെ ഇങ്ങനെ ഒരു മാറ്റം വരുത്തിയപ്പോൾ 41%. എൻ്റെ സൈറ്റ് ആദ്യം പേജ് 3-ലായിരുന്നു. പിന്നെ ഇത് ആദ്യം വേണമെങ്കിൽ എന്ത് ചെയ്യാം, തുടക്കത്തിൽ തന്നെ ഒരു ഗ്രാഫ് കൊടുക്കാം, എന്നിട്ട് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് പോകാം. അപ്പോൾ അങ്ങനെയുള്ള ടേബിളുകൾ കൊടുത്തു കഴിഞ്ഞാൽ ആ ഫ്രഷ് ഇൻഫർമേഷൻ, ജനറിക്കായിട്ട് ഇൻഫർമേഷൻ മാറുകയാണ്. ഫ്രഷായ ഡാറ്റ കൺസോളിൻ്റെ ആയിരിക്കാം, അനലിറ്റിക്സിൻ്റെ ആയിരിക്കാം, അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് ക്ലാരിറ്റിയുടെ ആയിരിക്കാം. എവിടെന്നെങ്കിലും നിങ്ങളൊരു ഡാറ്റ എടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിനെ ഒരു ഒറിജിനൽ ഡാറ്റയാക്കി മാറ്റാം. പിന്നെന്താ പറയണത്, യൂസ് നമ്പേഴ്സ് ഫ്രം യുവർ ഓൺ വർക്ക്. അത് നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം, ഈ മാസം ഞാൻ ചെയ്തപ്പോൾ 48 യൂസേഴ്സ് ക്ലിക്ക് കിട്ടി, അത്ര CTA മാറ്റി അല്ലെങ്കിൽ ഇങ്ങനെ ചേഞ്ച് ചെയ്തപ്പോൾ ഇത്ര വ്യത്യാസം വന്നു. അത് പല ബിസിനസ്സിനും പല രീതിയിൽ നിങ്ങൾ ചിന്തിച്ചുണ്ടാക്കേണ്ടി വരും. അതുകൊണ്ട് ഇവിടെ ഉണ്ട് വി ടെസ്റ്റഡ് 500 കസ്റ്റമേഴ്സ് എന്ന് പറയുന്ന 500ഓളം കസ്റ്റമേഴ്സിന് ഞങ്ങൾ ശ്രദ്ധിച്ചു, ഞങ്ങൾക്ക് മാറ്റം മനസ്സിലായി. അത് ചില പ്രൊഡക്റ്റിൻ്റെ കേസിലായിരിക്കാം, സർവീസിൻ്റെ കേസിലായിരിക്കാം, എനിത്തിങ് നിങ്ങളുടെ തന്നെ പേഴ്സണൽ എക്സ്പീരിയൻസിൻ്റെ കേസിലായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള മാറ്റങ്ങൾ. പിന്നെ റിയൽ സ്ക്രീൻഷോട്ട് ആഡ് ചെയ്യാൻ ശ്രമിക്കുക. അതെന്തിനാ, ഇപ്പോൾ നമുക്ക് GSCയുടെ സ്ക്രീൻഷോട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വാട്സപ്പിൽ വന്നൊരു ഒരു കമൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ യൂട്യൂബിൽ വന്നൊരു കമൻ്റ് ആയിരിക്കാം, ലിങ്ക്ഡിനിൽ വന്നൊരു കമൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് മെസ്സേജ് ആയിരിക്കാം, അല്ലെങ്കിൽ ഈവൻ ഇപ്പോൾ എന്താ പറയുക, ഒരു വോയിസ് മെസ്സേജ് വേണമെങ്കിൽ ടാഗ് ചെയ്ത് വയ്ക്കാം. അങ്ങനെ നിങ്ങൾ റിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യാൻ ശ്രമിക്കുക. ഓൾറെഡി ഉള്ള ഇതിൽ ഉദ്ദേശിക്കുന്നത് ജനറിക് ആയിട്ടുള്ള ഡാറ്റ മാക്സിമം നിങ്ങളുടെ ബ്ലോഗിൽ നിന്നും സർവീസ് പേജിൽ നിന്നും അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അത് നിങ്ങളുടെ കണ്ടൻറ്റിൽ വലിയൊരു ചേഞ്ച് ഉണ്ടാക്കും. മെത്തേഡ് സിമ്പിൾ നെയിം, ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ മെത്തേഡിൻ്റെ പേരൊക്കെ ഇടാം. ഇപ്പോൾ ദ 2 minute fix എന്നൊക്കെ പറയുന്ന പോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ തന്നെ മെത്തേഡിന് ഒരു പേരിട്ട് എന്ത് വേണം ചെയ്യാൻ പറ്റും. ഫാസ്റ്റ് റാങ്കിങ് മെത്തേഡ്, എല്ലാ SEO എക്സാമ്പിൾ എടുത്താൽ പറയണേ കേട്ടോ. ചില ആൾക്കാരൊക്കെ ഇൻഡസ്ട്രിയിൽ, നമ്മുടെ തന്നെ ഇൻഡസ്ട്രിയിൽ പല ആൾക്കാരും എന്താ പറയുക, SEOയുടെ ചില കാര്യങ്ങൾക്ക് ചില പേരുകൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ അത് നിങ്ങളുടെ ഇപ്പോൾ ഒരു കൺസെപ്റ്റ് ആയിരിക്കും, പക്ഷേ നിങ്ങളുടെ രീതിയിലൊരു പേരിടാം, അതിന് കുഴപ്പമില്ല. അങ്ങനെയൊക്കെ വരുമ്പോൾ അതിനും ഒരു വാല്യൂ കിട്ടും. പിന്നെന്താ, ഒറിജിനലായിട്ടുള്ള ഇൻഡസ്ട്രി എക്സ്പേർട്സിൽ നിന്ന് കോട്ട് എടുക്കുക. കണ്ട് ഇതിനകത്തുണ്ട് ജെയിൻ അവർ എഞ്ചിനീയർ കൺഫേം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ SEO ലീഡ്, ഞങ്ങളുടെ സീനിയർ ആയിട്ടുള്ള SEO ലീഡ് പറഞ്ഞ് അയാളുടെ എക്സ്പീരിയൻസിൽ ഷെയർ ചെയ്തെന്ന് പറഞ്ഞ് ഇൻഡസ്ട്രിയിൽ എസ്റ്റാബ്ലിഷ് ആയ നല്ല ലിങ്ക്ഡിൻ പ്രൊഫൈലൊക്കെ ഉള്ള ആൾക്കാരെ പറ്റി അവരൊക്കെയാണ് എങ്കിൽ അവരെ ആഡ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ കസ്റ്റമർ ആണെങ്കിൽ കസ്റ്റമർക്ക് ഒരു ലിങ്ക്ഡിൻ പ്രൊഫൈലോ വെബ്സൈറ്റോ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ അയാൾ പറഞ്ഞതായിട്ട് കോട്ട് ചെയ്യുക. അപ്പോൾ അതിനൊരു വാല്യൂ കിട്ടും. ആ സെൻറ്റൻസിന് ഒരു അണ്ടർലൈൻ ഉണ്ടാകുകയാണ്, എന്നാൽ എൻഡോഴ്സ് ചെയ്യാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ചെയ്യാവുന്നൊരു കാര്യമാണ്. പിന്നെന്താ, ഡേറ്റ് ഓൺ യുവർ ഫാക്റ്റ്, അത് ഫ്രഷ് ഡാറ്റയ്ക്ക് വേണ്ടി കൊടുക്കുകയാണ്. ഇപ്പോൾ നിങ്ങളിപ്പോൾ മെയിലൊരു അപ്ഡേറ്റ് വന്നു, അതിന് ശേഷം എഴുതുകയാണ് മെയിൽ ഇന്ന അപ്ഡേറ്റിന് ശേഷം. അപ്പോൾ ആ ഫ്രഷ്നെസ് വരികയാണ് അല്ലേ, ആ വർഷത്തായിരിക്കാം, അല്ലെങ്കിൽ വരാൻ പോകുന്ന വർഷമായിരിക്കാം, അല്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ആയിരിക്കാം, ഈ വർഷം ഇറങ്ങിയൊരു പ്രൊഡക്റ്റ് ആയിരിക്കും. ആ പ്രൊഡക്റ്റിന് ഇപ്പോൾ iPhone 17 Pro എന്നിറങ്ങുമ്പോൾ 2015 ആർട്ടിക്കിൾ അല്ലാന്ന് ഗൂഗിളിന് അറിയാം അല്ലേ, അത് ഇറങ്ങിയ വർഷം അറിയാം. അപ്പോൾ ഫ്രഷ്നെസ് കൊണ്ടുവരാൻ, പ്രൊഡക്റ്റ് കൊണ്ടുവരാം, സർവീസ് കൊണ്ടുവരാം, ഈ വർഷം നടന്ന സംഭവങ്ങൾ ചേർക്കാം. ഡയറക്റ്റ് ഒരു വർഷം തന്നെ വേണമെന്നില്ല അല്ലേ, ഈ വർഷം നടന്ന എന്തെങ്കിലും സംഭവം ഇട്ടാൽ പോലും അതുമായി റിലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതൊരു ഫ്രഷ് ഡാറ്റ ആണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. പിന്നെന്താ, റിപ്പീറ്റ് സെയിം സാധനങ്ങൾ. ഇപ്പോൾ കോമൺ ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യുന്ന രീതിയുണ്ട്. അപ്പോൾ അതിന് പകരം എന്താ പറയുക, വാട്ടർ ഈസ് വെറ്റ് എന്ന് വെച്ചാൽ കോമൺ ഇൻഫർമേഷൻ്റെ കൂടെ എന്ത് ചെയ്യുക, ഓൾറെഡി ഉള്ള ഇൻഫർമേഷൻ റിപ്പീറ്റ് ചെയ്യാതെ പുതിയ ഇൻഫർമേഷൻ ആഡ് ചെയ്യുക. ഒറിജിനലായിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് എപ്പോഴും ഇമ്പ്രൂവ് ചെയ്യും AI വിസിബിലിറ്റിയിൽ. അപ്പോൾ നിങ്ങളുടെ കസ്റ്റമറെ ഇൻ്റർവ്യൂ ചെയ്യുക, അയാളുടെ യുണീക്ക് പോയിന്റുകൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക. ഓർഡർ, ഞാനിപ്പോൾ സാധാരണ ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ ഒരു SEO ക്ലയൻറ്റ് വന്നു കഴിഞ്ഞാൽ അയാളുടെ അബൌട്ട് പേജ് നോക്കും, അയാളുടെ ഫൗണ്ടർ ആരാണ്, മിഷൻ എന്താണ്, വിഷൻ എന്താണ്, എത്ര ക്ലയൻറ്റ് ഉണ്ട്, എന്താണ് USPs, അവരുടേതായ എന്തെങ്കിലും ടെസ്റ്റിമോണിയൽസ് ഉണ്ടോ, കസ്റ്റമർ അവരെക്കുറിച്ച് എന്താ പറയുന്ന. അവർക്ക് ഇപ്പോൾ ഞാൻ നേരത്തെ ഓൾറെഡി കോമ്പറ്റീറ്റർ പറഞ്ഞ കാര്യങ്ങൾ അപ്ലോഡ് ചോദിക്കുമ്പോൾ പുള്ളി പറയാം ഞങ്ങൾക്ക് അത് മാത്രമല്ല അതിൻ്റെ കൂടെ ചിലതുണ്ട്. അങ്ങനെ നമ്മൾ അവർക്ക് ഇട്ട് കൊടുക്കണം, അപ്പോഴേ അവർക്ക് അതിന് ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു കോണ്ടന്റ് ഡിസ്കഷൻ നമ്മൾ കസ്റ്റമറുമായി നടത്തി നമ്മളൊരു ക്വസ്റ്റിനെയർ ഫില്ല് ചെയ്ത് ആദ്യത്തെ ക്ലയൻറ്റ് എടുക്കുമ്പോൾ തന്നെ ഈ ഇൻഫർമേഷൻസ് എല്ലാം നമുക്ക് വേണം. അഡ്രസ്സ് ഫുൾ എഴുതണം, നമ്പർ കറക്റ്റ് ആയിരിക്കണം, ക്രോസ് ചെക്ക് ചെയ്യണം, നാപ്പ് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം, ഫൗണ്ടേഷനിൽ SEO ചെയ്തിട്ടുണ്ടോ നോക്കണം, ഫൗണ്ടേഷനിൽ ബാക്കിങ്സ് ഉണ്ടോ എന്ന് നോക്കണം. ഇതിനൊപ്പമാണ് ഈ നോളജ്, നിങ്ങളുടെ കണ്ടന്റ് ഓഡിറ്റ് ചെയ്ത് അതിനകത്തോട്ടുള്ള ഇൻഫർമേഷൻസിൻ്റെ വ്യത്യസ്തത. ഓരോ 20 പേജുണ്ട്, 20 പേജിൽ എന്തെങ്കിലും ഒരു യുണീക്ക് സാധനം ആഡ് ചെയ്യാനായിട്ട് നിങ്ങൾ സ്ട്രഗിൾ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. ഈ ചേഞ്ചസ് നിങ്ങളുടെ പുതിയ കാലത്തിൻ്റെ SEOയിൽ ഭയങ്കരമായിട്ടുള്ളൊരു വ്യത്യാസം ഡെഫിനറ്റായിട്ട് ഉണ്ടാക്കും. അത് ഞാൻ എൻ്റെ ഒരു റിയൽ എക്സ്പീരിയൻസിൻ്റെ ബേസിലാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് ഇനിയും ആഴത്തിൽ ഇത് പോകണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ബ്ലോഗിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം, നിങ്ങൾക്ക് അത് വായിച്ച് നോക്കാം. ഇത് തന്നെയാണ് ഞാൻ ടോപ്പിക്സ് ആയിട്ട് ഇനി കൊണ്ടുവരാൻ പോകുന്നതും. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ കൂടുതൽ നിങ്ങളുടെ തന്നെ സർക്കിളിലുള്ളവരിലേക്കോ ഗ്രൂപ്പുകളിലേക്കോ ഷെയർ ചെയ്ത് മാക്സിമം ആൾക്കാരിലേക്ക് ഇത് ഷെയർ ചെയ്യുക.
പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് നമ്മളൊരു ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ 5 ഡേയ്സിൻ്റെ ഒരു വർക്ക്ഷോപ്പ് ഓൺലൈനായിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് വാട്സപ്പിൻ്റെ കമൻറ്റിൽ ഇട്ടേക്കാം. വാട്സപ്പിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്തിട്ട് ആ ക്ലാസ്സിലോട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്.